നമസ്കാരം. നമ്മൾ മുളയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുളയുടെ 2 പ്രത്യേകതകളെക്കുറിച്ച് സംസാരിച്ചു. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യമാണ് മുളയെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ കൂടുതൽ ഓക്സിജൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സസ്യമാണ് മുളയെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ മുളയുടെ വലിയൊരു പ്രത്യേകതയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ മുളയെ ഒരു മരവുമായി ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. ഒരു 25 മുതൽ 50 വർഷം വരെ വളർന്ന് നല്ല മൂപ്പെത്തിയ ഒരു മരം നമ്മൾ മുറിക്കാൻ പോകുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മരം മുറിക്കുമ്പോൾ നമ്മൾ 10 തൈകൾ നടണമെന്ന്. അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. 10 തൈകൾ നടന്നുണ്ടോ, നട്ടത് വളരുന്നുണ്ടോ എന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടോ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ നേരെ മുളയുടെ കാര്യത്തിലേക്ക് വരികയാണ്. നമ്മൾ മുള ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന സസ്യമാണെന്ന് പറഞ്ഞല്ലോ. ഇത് എത്ര വർഷം കൊണ്ടാണ് നമ്മൾക്ക് മൂപ്പെത്തുക എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? നമുക്ക് 3 വർഷം മുതൽ 6 വർഷം വരെയുള്ള സമയം കൊണ്ട് മുളയെ പല ആവശ്യങ്ങൾക്കായി മുറിച്ചെടുക്കാൻ കഴിയും. 6 വർഷം എത്തുമ്പോഴേക്കും അത് ഏറ്റവും മൂപ്പെത്തിയ സമയമായിരിക്കും. 6 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു വന്ന് ഒരു 10 വർഷം ആകുമ്പോഴേക്കും ആ ഒരു മുള ഉണങ്ങിപ്പോവും, ഒരു മുള. പക്ഷേ ആ കൂട്ടം 12 വർഷം മുതൽ 90 വർഷം വരേക്കും അതിന് ആയുസ്സുണ്ട്, ആ ഒരു കൂട്ടത്തിന്. അപ്പം നമ്മൾ ആ മരം മുറിക്കുന്നത് പോലെ ഒരു 6 വർഷം കഴിഞ്ഞ് നമ്മുടെ ഒരു ക്ലമ്പിൽ, നമ്മളൊരു കൂട്ടം മുളയിൽ നിന്നും നമ്മളൊരു 10 മുള മുറിക്കാൻ പോകാം. ഈ 6 വർഷം ആകുമ്പോഴേക്കും നമ്മുടെ കൂട്ടം മുളയിലൊരു 30 40 മുളകളായിട്ടുണ്ടാവും. അതിനകത്ത് നമ്മളൊരു 10 മുള മുറിക്കാൻ പോവാണ്. ഈ 10 മുള മുറിക്കുമ്പോൾ നമ്മൾ 10 × 10 100 തൈകൾ നടണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം. മുളയുടെ കാര്യത്തിൽ അത് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. കാരണം മറ്റു മരങ്ങൾക്കില്ലാത്ത ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മുളയിൽ ഈ കാര്യത്തിലുള്ളത്. അതായത് സ്വയം പുതിയ ഷൂട്ടുകളെ ഉൽപ്പാദിപ്പിച്ച് പുതിയ മുളകൾ അതിൽ നിന്നും വളർന്നു വരും. നമ്മളൊരു തൈ നട്ടാൽ ആ തൈയിൽ നിന്നും വീണ്ടും പുതിയ ഷൂട്ടുകൾ വളർന്നു വന്ന് ആ ഒരു വലിയ കൂട്ടമായി ഈ മുളകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് മരവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത മുളയ്ക്കുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, മരവുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ മാത്രം ഉണ്ടോ ഈ മുള? അതിന് മാത്രമുള്ള കരുത്ത് മുളയ്ക്കുണ്ടോ? അതിന് മാത്രമുള്ള കപ്പാസിറ്റി, അത് മരം ഉപയോഗിക്കുന്ന അത്രത്തോളം ഏരിയയിലും മുളയെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ മുളയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത്, ഒരേ സമയം സ്റ്റീലിനും മരത്തിനും ഒരു പകരക്കാരനായിട്ടാണ് മുളയെ പരിചയപ്പെടുത്തുന്നത്. അത്രത്തോളം മുളയുടെ ഒരു പ്രാധാന്യം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.